എന്തിനാ മേളിലൊക്കെ വലിഞ്ഞു കയറിയത്? ഓടൊന്ന് മാറാൻ വേണ്ടി കയറിയത് എന്റെ അമ്മേ. ഗ്ലീറ്റ് എന്താ കാര്യം? എന്നാലും ആ ഒരു ഓട് മാറാൻ പറഞ്ഞിട്ട് ആ ഓടെല്ലാം കൂടി ഇട്ട് താഴെ ഇട്ട് പൊട്ടിച്ച് ഓടും മാറ്റിയില്ല. ഞാനിത് തന്നെ അങ്ങോട്ട് ചെയ്യണം. അതിനതൊക്കെ മടിയാ. അയ്യോ കൊല്ലോ മനുഷ്യനെ. വെള്ളം വേണ്ട. തിരുമട്ടേന്ന്. ഓ എന്ത് മരക്കൈയാണത്. നമുക്ക് അവിടെ വേദന എടുക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യും അത് വെക്കാനായിട്ട്? ക്ലീറ്റ് രാവിലെ പോയി. അതിന് വെള്ളം ഇട്ട് നടക്കാനല്ലേ പറ്റുള്ളൂ. ഈ കാശൊക്കെ വരുന്നോണ്ട് ഇത് എന്തെങ്കിലും ചെയ്യോ? നീ എന്നെ വഴികളാണ്. ആ സമയത്ത് ജോലിക്ക് പോകുമ്പോ സമ്മതിക്കൂല. അവന്റെ കൈ ഇറങ്ങിയാൽ നിനക്ക് വേദനിക്കും. ഇപ്പൊ നീ കൈ ഇറങ്ങാന്ന് വിചാരിക്കും. കുടുംബത്തെ കാര്യങ്ങൾ നടക്കേണ്ടത് ഇവിടെ കുടുംബത്തെ കാര്യങ്ങൾ നടക്കണ്ടേന്ന്. അവൻ ജോലിക്ക് പോകണം. അവന്റെ മടി മാറണം ആദ്യം. ജോലിക്ക് പോണ ഇടർക്ക് ഇപ്പൊ പൈസ ഒക്കെ കിട്ടുന്നുണ്ടെന്നേ. ജോലിക്ക് പോണെന്നാ എന്താണ്ടൊക്കെ ബിസിനസ്, തടി ബിസിനസ് ഒക്കെ ചെയ്യണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട്. പിന്നെന്ത് വേണം? ഒരു വഴി കൂടെ വരാം, അടുത്ത വഴി കൂടെ പോവല്ലേ? എന്ത് പറയാൻ പറ്റും? നിനക്ക് പറഞ്ഞൂടെ? പറഞ്ഞാ കേൾക്കുകയും ചെയ്യും. ഇപ്പൊ അങ്ങോട്ട് നീ ഒരു കാര്യം ചെയ്യണ. അപ്പൊ നീ റെഡിയാക്കി കൊടുക്ക്. ഞാൻ കേറാന്നേ. എന്റെ മേലല്ലേ അത് കയറാം. ചോർച്ച മഴയൊന്നുമില്ലല്ലോ. ഇപ്പൊ നല്ല വെയിലല്ലേ. വായു കയറട്ടെ. ഇങ്ങോട്ട് പറ. വെള്ളം വേണം അത്. അപ്പൊ ഇനിയിപ്പോ എന്താ അവന്റെ പരിപാടി? ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പരിപാടി എന്തുവാ? മറ്റേ പൈസ കൊണ്ടിട്ട് മറ്റേ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അവിടുന്ന് പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ വരവ് വരുന്ന സമയത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ ഒരു വഴി കൂടെ വരുമ്പോ അടുത്ത വഴി കൂടെ ചെലവാക്കി നിന്നാ അത് നീ കൂട്ടിക്കരുത്. ഇപ്പൊ ആരോട് പറയാനാന്നേ. ഇപ്പൊ എന്തൊക്കെ ബിസിനസ് ആയിപ്പോ ചെയ്യണം നിലവില്? തടിമില്ല ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ വേറെന്തോ കൂടി ഓൾറെഡി ഉണ്ട്. അതുണ്ട്. പിന്നെ എന്താ രണ്ടുമൂന്ന് കൂട്ടുകാർ കൂടിയിട്ട് എന്തോ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യേണ്ടത്. അതെന്താ? ഏതെങ്കിലും ഒരെണ്ണത്തെ ശ്രദ്ധിക്കണം നമ്മൾ. എങ്കിൽ നമുക്ക് മാന്യമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ അതിന് വരവുണ്ടാവും. ഇതിപ്പോ അവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. കൂട്ടുകാരൻ അവിടെ അവരും അടിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് കിട്ടുന്ന പൈസ വൈകുന്നേരം വെള്ളം അടിയുണ്ടല്ലേ? കള്ളുകൂടി നേരത്തെ ഉണ്ടല്ലോ. കള്ള് കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് നമ്മളൊക്കെ കൂടുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഡെയിലി ആവുമ്പോഴാണ് പ്രശ്നമാണത്. നല്ല പറയണോന്ന് അങ്ങോട്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയണത്? എന്തോരം പറയണം. ഞാനൊരുത്ത് പൈസ കിട്ടി കഴിയുമ്പോഴത്തേനും നേരെയാവുന്നു. ഇപ്പൊ അതിനേലും വലുതപ്പോ. അപ്പൊ കയ്യിൽ കാശുള്ളതുകൊണ്ട് തോന്നിയാസം പോലെ നടക്കാണ്. പിന്നിപ്പോ എന്ത് ചെയ്യണ? അമ്മ പറഞ്ഞാലും കേൾക്കൂല. ബെസ്റ്റ്. അങ്ങോരാരും നന്നാക്കൂന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കണം. അയ്യോ അത് വേറൊരു ആരെങ്കിലും കൊണ്ട് പറഞ്ഞ് ശരിയാക്കിക്കണം. അല്ലെങ്കിൽ അറിയാമോ നമ്മള് ചിലപ്പോ പറഞ്ഞ ഇപ്പൊ ഇത്രയും മാറിയില്ലേ അവൻ. ഈ ലോകത്ത് ഒരു കാലത്ത് നന്നാവലെന്ന് പറഞ്ഞവനല്ലേ അവൻ. ഇപ്പൊ പൈസ വരുന്നല്ലേ അവന്. അപ്പൊ ഇപ്പൊ മാറ്റങ്ങളുടെ സമയമാണ്. അച്ഛനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ? അവൻ പള്ളി പോകത്തവൻ്റെ അടുത്ത് പള്ളിയിൽ വെച്ച് ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരും. എന്ത് ചെയ്യും? ഈ അമ്പിളിക്കുട്ടൻ വേറൊരു ഇപ്പൊ ഈ ഒരു ട്രെൻഡ് ഉണ്ട്. ഈ മോട്ടിവേഷണൽ സ്പീക്കർമാർ. അതായത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നശിച്ചു നിൽക്കുന്നവരെ ഇത്തരക്കാരും സംസാരിച്ച് നമുക്ക് നല്ല പുതിയ നമ്മളെല്ലാ വഴികളും അറിഞ്ഞു വിചാരിക്കും. പക്ഷെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ചില ചിന്തകൾ പുതിയതായിട്ട് വരും. നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ അത്രയും നമ്മൾ അത്രയും നമ്മൾ സംസാരിച്ച് മാറ്റാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കർ. ഈ അമ്പിളിക്കുട്ടൻ അങ്ങനെ വളരെ പരിചയമുണ്ട്. നമ്മുടെ ഓഫീസിലെ യൂണിയൻകാർക്കൊക്കെ ഒരു മനോബലം കിട്ടാൻ വേണ്ടിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഈ അന്നക്കുട്ടിയെ ജോൺ പേരെന്താ? അന്നക്കുട്ടി ജോയ് അണ്ണിക്കുട്ടി അങ്ങനത്തെ പേര്. അങ്ങനെ ഒരു പേരാണ്. അല്ല പക്ഷെ നല്ല രസമാണ് പുള്ളിയുടെ സംസാരമൊക്കെ. പക്ഷെ നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല. അന്ന് പുള്ളി സിനിമയിലാണ് അഭിനയിക്കാൻ പോയി. എപ്പോഴും സിനിമയിലൊക്കെ ചാൻസ് കിട്ടി പുള്ളിക്ക്. അമ്പിളിക്കുട്ടി വിളിച്ചു വിളിക്കാം. ഫോൺ നീ വീണ്ടും ഇറങ്ങുമ്പോൾ ഫോൺ കൊണ്ടാണ് ഓടി വരുന്നത്. കാലം എങ്ങനെയുണ്ട് ഇപ്പൊ? ഞാൻ അമ്പിളിക്കുട്ടൻ പറയാൻ അവരാ
പറയാം, ഇതൊന്ന് വിളിച്ചു നോക്കാൻ പറയാം. ഇതെപ്പോ വെച്ചേരും? ഇത് ചോദിച്ചാ വേണ്ട, ആദ്യം അമ്പിളിക്കുട്ടനെ വിളിക്കണോ? ആദ്യം അമ്പിളിക്കുട്ടൻ ഞാൻ വിളിക്കാം. പോട്ടെ, തൈലം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ തിരുമ്മി തരാമ്പോ. വേണ്ട വേണ്ട. വാ. നീ എന്നിട്ട് ഈ തടവലൊക്കെ പഠിച്ചത്? എന്റെ കാര്യം നീ ഒന്ന് തടവി തരൂല്ലേ? ഏട്ടന്റെ കൂടെ കൂടി പഠിച്ചതാ. എന്തോ ഐശ്വര്യായിട്ടൊരു കടങ്ങ കട്ടിട്ടില്ലേടി? എന്തോ ഏട്ടാ, ഞാൻ മെഷീനൊന്നും അല്ലല്ലോ. ഏട്ടന്റെ കൂടെ ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. അമ്പിളിക്കുട്ടൻ ചേട്ടനെ വിളിച്ചാ? അമ്പിളിക്കുട്ടൻ ചേട്ടനെ വിളിച്ചാന്ന്. ഞാൻ റോബർട്ടാ. എന്ത് പറഞ്ഞു വിളിക്കാനായിട്ട്. ആ ഫോൺ എന്താ എവിടെ ഇരുന്നു? ഫോൺ ഞാനൊന്നും കണ്ടില്ല. ഞാൻ ആ കിടക്കാടെ അടുത്ത് ആ ജനലിനടുത്തല്ലേ വെച്ചിരുന്നു ഫോൺ. അതെന്ത് ചെയ്താ ചോദിച്ചാ? അത് പിള്ളേർ എവിടെങ്കിലും എടുത്ത് വെച്ച് കാണും. തരയുള്ളൂ, ഞാൻ അവിടെ വെച്ചത് താനാണ്. എവിടെ പോയി കറക്റ്റ് തുടങ്ങി? പിന്നെ ഏട്ടന്റെ ഫോൺ ഞാൻ എടുക്കാറില്ലല്ലോ. ആ ചിലപ്പോഴൊക്കെ നീ എടുത്ത് വെക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലോ ഫോൺ. ആ വിളിക്കട്ടാ. മറ്റേ ആളുടെ നമ്പർ കിട്ടിയാ? പുള്ളി ഇപ്പൊ എപ്പോഴും സിനിമ തന്നെ. അളിയനെ നന്നാക്കാൻ നോക്കി നടക്കൂലേ? വർഗീസ് കുര്യനാ? ശരി. ആ എങ്കിൽ അതേ നമ്പർ കിട്ടിയാലും മതി. ആ എടി എഴുതിയെടുത്ത. ആ 98 95 ഇനി എടുത്തറ നീ. ഒന്നൂടെ പറയാ. 989524 അല്ലേ? ആ ശരി ശരി ശരി. ആ വിളിച്ചോളാം കേട്ടാ. ഇത് പുള്ളി നല്ലതാണോ? ആ ശരി ശരി. ഓക്കെടാ ഓക്കെ. ഇല്ല അവനെ നന്നാക്കാൻ പറ്റും, നമ്മൾ നോക്കട്ടെ. നീ വെറുതെ വഴി മുടക്കാൻ നിൽക്കണ്ട. ഓ ഹലോ, എൻ്റെ അളിയെ ഞാൻ ഉദ്ദേശിച്ചല്ല കേട്ടാ. ആ ശരി. അമ്പിളിക്കുട്ടൻ പറയണേ, ഈ വർഗീസ് കുര്യനല്ല ആര് വന്നാലും നിന്റെ അളിയെ നന്നാവില്ലെന്ന്. പിന്നെ ചിലപ്പോ നന്നായാലോ? അല്ലല്ല, അത് ഇപ്പൊ ഒരു മാറ്റത്തിന്റെ ലക്ഷണം ഉണ്ടടി. ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ ഇപ്പൊ പൈസ ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കണുണ്ട്. പലയിടത്ത് കിണർ കുഴിക്കണ ഒരു കുഴപ്പമേ ഉള്ളൂ. അതെ. ആ ഇത് ഒരു സ്ഥലത്ത് കുഴിച്ചാലേ വെള്ളം കിട്ടുള്ളൂ. ഇത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ചിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ. ഒരു ബിസിനസ് നടത്തിയാ പോരെ? ഇത് എന്തോരം ബിസിനസ്. ഇവർ ഈ മോട്ടിവേഷൻ സ്പീക്കർമാർ സംസാരിച്ചോണ്ടല്ലോ നമ്മുടെ മനസ്സേ മാറിപ്പോകും.